നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താവത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 6-ാമത്തെ അധ്യായം. നാരദന്റെ കഥ തുടരുന്നു. അത ഷഷ്ടോധ്യായഃ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേ ജന്മകർമ്മജ ഭൂയപപ്രച്ഛദം ബ്രഹ്മൻ വ്യാസസത്യവതീ സുത. സൂതൻ പറഞ്ഞു, ഹേ ശൗനകമുനെ, ദേവർഷി നാരദരുടെ പൂർവജന്മത്തെയും കർമ്മത്തെയും പറ്റി കേട്ടപ്പോൾ വ്യാസൻ പിന്നെയും ചോദിച്ചു. വ്യാസോവാച ഭിക്ഷുഭിർ വിപ്രവസിതേ വിജ്ഞാനാദേഷ്ടുഭിസ്തവ വർത്തമാനോ വയസ്യാദി തത കിം അകരോദ്ഭവാൻ. വ്യാസർ പറഞ്ഞു, അങ്ങേക്ക് ജ്ഞാനോപദേശിച്ചു തന്നതായ ഭിക്ഷുക്കൾ സ്ഥലം വിട്ടുപോയപ്പോൾ ബാലനായിരുന്ന അങ്ങ് എന്തു ചെയ്തു? സ്വയംഭുവ കയാവൃത്യാവർത്തിതം ദീപരം വയ കഥം ചേതമുദസ്രാക്ഷി കാലേ പ്രാപ്തേ കളേബരം. ഹേ സ്വയംഭുവ, അങ്ങ് ശേഷിച്ച കാലം എങ്ങനെ കഴിച്ചുകൂട്ടി? ദാസീപുത്രനായിട്ട് ജനിച്ച അങ്ങ് ശരീരാവസാന കാലം സമാഗതമായപ്പോൾ ഏതു വിധത്തിലാണ് അതിനെ ഉപേക്ഷിച്ചത്? ഉദസ്രാക്ഷീഹ ച, അതാണ് ഉപേക്ഷിക്കുകയും ചെയ്തത്. പ്രാകൽപവിഷയാമേധാസ്മൃതിം ധീസുരസത്തമ നഹ്യേഷ വ്യവധാത്കാല ഹേഷ സർവനിരാകൃതി. ഹേ ദേവശ്രേഷ്ഠ, ഈ ദാസീപുത്ര ജനനം കഴിഞ്ഞ ജന്മത്തിലുണ്ടായതല്ലേ? എന്നാൽ ഇത്ര കാലം കഴിഞ്ഞിട്ടും ആ സ്മരണ നശിക്കാത്തതിന് എന്താണ് കാരണം? സർവത്തെയും നശിപ്പിക്കുന്നതാണല്ലോ കാലം. നാരദോവാച ഭിക്ഷുഭിർ വിപ്രവസിതേ വിജ്ഞാനാദിഷ്ടുഭിർമമ വർത്തമാനോ വയസ്യാദി തതയേതകാരുഷം. നാരദര് പറഞ്ഞു, എനിക്ക് വിജ്ഞാനദൃഷ്ടി ഉപദേശിച്ചു എന്ന ഭിക്ഷുക്കൾ സ്ഥലം വിട്ടുപോയപ്പോൾ ബാലനായിരുന്ന ഞാൻ ഇപ്രകാരം പറഞ്ഞു. ഏകാത്മജാമേ ജനനി യോഷിമൂഢാ ജഗിങ്കരി മയ്യാത്മജേ അനന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. അന്യരുടെ ദാസിയും അറിവില്ലാത്ത സ്ത്രീയുമായിരുന്ന അമ്മയ്ക്ക് ഏകപുത്രനായിരുന്നു ഞാൻ. മറ്റൊരാളും ആശയമില്ലാതിരുന്ന അമ്മ എന്നെ സ്നേഹം കൊണ്ട് ദൃഢമായി ബന്ധിച്ചിരുന്നു. ആത്മജ്ഞാനിയായി വ്യാസന് പോലും പുത്രനായ ശുഗനോട് ദൃഢമായ സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്യഗതിയില്ലാത്ത അജ്ഞാനിയായ സ്ത്രീയുടെ കാര്യം പിന്നെ പറയണോ? സാ സ്വതന്ത്രാനകൽപാസി യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാദാരുമയീയത. എൻ്റെ യോഗക്ഷേമം ആഗ്രഹിക്കുന്നവളും ദാസിയായിരുന്നതിനാൽ ഒന്നും ചെയ്തു തരാൻ കഴിവില്ലാത്തവളുമായിരുന്ന ആ മാതാവ് തൻ്റെ അസ്വതന്ത്രതയിൽ വല്ലാതെ വ്യസനിച്ചിരുന്നു. ഈ ലോകം മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ത്രീ പ്രതിമ പോലെ നാഥനും അന്തര്യാമിയുമായ ഈശ്വരൻ്റെ അധീനത്തിലിരിക്കുന്ന കളിപ്പാവയാണല്ലോ. അസ്വാതന്ത്ര്യവും ദാസീഭാവവും അമ്മയെ ദുഃഖിപ്പിച്ചിരുന്നു എന്ന് സാരം. അഹം ജതദ്ബ്രഹ്മകുലേ ഊഷിവാം സദപേക്ഷയ ദിഗ്ദേശകാലാവുൽപ്പന്നോ ബാലക പഞ്ചഹായന. ദേശം കാലം ഇവയെപ്പറ്റി ബോധമില്ലാതിരുന്ന കേവലം 5 വയസ്സായ കുട്ടിയായിരുന്ന ഞാനും മാതൃസ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ ബ്രാഹ്മണ കുലത്തിൽ വസിച്ചു. ഏകദാ നിർഗതാം ഗേഹ ദുഹന്തീം നിശികാംപതി സർപ്പോദശത്പദാ സ്പൃഷ്ട കൃവണാം കാലജ്യോതിത. അങ്ങനെ കഴിയുമ്പോൾ ഒരു നാൾ രാത്രിയിൽ പശുവിനെ കറക്കാൻ പോയ അമ്മയുടെ കാൽ വഴിയിൽ കിടന്നൊരു പാമ്പിൻ്റെ മേൽ അറിയാതെ സ്പർശിച്ചു. കാലപ്രേരിതനായ ആ സർപ്പം കാലിൽ കടിച്ചു. കാലമാണല്ലോ കാലൻ, അതിൻ്റെ വിധി ആർക്കും തടയാൻ കഴിയില്ലല്ലോ. തതഹമീശസ്യ ഭക്താനാം സമവീപ്സത അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠം ദിശമുത്തരാം. അപ്പോൾ മാതാവിൻ്റെ മരണം ഭക്തന്മാരുടെ ക്ഷേമം കാക്ഷിക്കുന്ന ഭഗവാൻ എനിക്ക് തന്ന അനുഗ്രഹമാണോ എന്ന് വിചാരിച്ച് ഞാൻ വടക്കോട്ട് യാത്രയായി. സ്പീതാജനപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ കേടകർവടവാടീശ്ച വനാനുഭവനാനിജ ചിത്രധാതു വിചിത്രാതിർ നിഭഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീശ്വരസേവിതാഃ ചിത്രസ്വനേ പത്രരഥേ വിഭ്രമഭ്രമരശ്രിയ
നളവേണു ശരസ്താംബ കുശകീ ജഗഹ്വരം ഏകയവാദിയാദോഹം മദ്രാക്ഷം വിപിനം മഹത് ഘോരം പ്രതിഭയാകാരം യാലോലുക ശിവാജിരം. അവിടെ വടക്ക് ദിക്കിൽ വളരെ ധനസമൃദ്ധിയുള്ള ദേശങ്ങൾ, രാജധാനികൾ, ബ്രാഹ്മണഗ്രഹങ്ങൾ, ധാരാളം പശുക്കളെ വളർത്തുന്ന ഗോകുലങ്ങൾ, രത്നം, സ്വർണം തുടങ്ങിയവ കുഴിച്ചെടുക്കുന്ന ഖനികൾ, കർഷകർ വസിക്കുന്ന ഗ്രാമങ്ങൾ, അതായത് കേടങ്ങൾ, മലഞ്ചെരുവുകളിൽ വീട് കെട്ടി വസിക്കുന്നവരുടെ കർവടങ്ങൾ തുടങ്ങിയവ കണ്ടു. യാത്ര തുടർന്നപ്പോൾ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ, പൂച്ചെടികൾ എന്നിവയൊക്കെ ധാരാളമായുള്ള തോട്ടങ്ങൾ, സ്വർണം, വെള്ളി തുടങ്ങിയ ധാതുക്കൾ നിറഞ്ഞ് നാനാ നിറങ്ങളോടെ ശോഭിക്കുന്ന പർവ്വതങ്ങൾ, ആനകൾ ഒടിച്ചു കളഞ്ഞ ശിഖരങ്ങളോട് കൂടിയ വൃക്ഷങ്ങൾ, തെളിഞ്ഞ ജലം നിറഞ്ഞിരിക്കുന്ന കുളങ്ങളും തടാകങ്ങളും, ദേവന്മാർ കുളിക്കാനെത്തുന്നതും മുരണ്ടു നടക്കുന്ന വണ്ടുകളാൽ മനോഹര ശോഭയേറിയ താമരപ്പൊയ്കകൾ എന്നിവയൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെ ഏകനായി കാഴ്ചകൾ കണ്ടു നടന്നും പലവിധ ഗാനം പൊഴിച്ച് പറന്നു നടക്കുന്ന നാനാവിധ പക്ഷികളെ കണ്ട് ആനന്ദിച്ചും സഞ്ചരിക്കുമ്പോൾ അതിഘോരമായൊരു വനം കണ്ടു. രാമച്ച പുല്ലുകൾ, മുളകൾ, കരിങ്ങാലികൾ, ദർഭ എന്നിവ ഇടതിങ്ങി വളർന്നു നിൽക്കുന്നതിനാൽ സഞ്ചരിക്കാൻ പ്രയാസകരവും ഭയങ്കര സ്വരൂപത്തോടു കൂടിയ പാമ്പുകൾ, കൂമൻ, കുറുനരികൾ തുടങ്ങിയവയുടെ വിഹാരസ്ഥാനവുമായിരുന്നു ഇരുണ്ട ആ വൻകാട്. പരിശ്രാന്തേതിയാത്മാഹം തൃഡ്പരീധൂബുഭുക്ഷിതഃ സ്നാത്വാ പീത്വാ ഹൃദേ നദ്യ ഉപസ്പൃഷ്ടോ ഗതശ്രമ. അവിടെ എത്തിയപ്പോൾ എൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും നന്നായിട്ട് തളർന്നു. കഠിനമായ ദാഹവും വിശപ്പും ഉണ്ടായി. അടുത്ത് കണ്ട നദിയിലിറങ്ങി കുളിച്ച് ആചമനം ചെയ്തിട്ട് ജലം പാനം ചെയ്ത് ക്ഷീണം മാറ്റി. തസ്മിൻ നിർമ്മനുജേരണ്യേ പിപ്പലോപസ്ഥാസ്ഥിത ആത്മനാത്മാനമാത്മസ്ഥം യഥാശ്രുതമചിന്തയം. ജനവാസമില്ലാത്ത ആ കൊടുങ്കാട്ടിൽ ഒരാൽമരച്ചുവട്ടിൽ കയറിയിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ഹൃദയകമലത്തിൽ വിളങ്ങുന്ന പരമാത്മാവിനെ ഗുരുമുഖത്തുനിന്ന് പഠിച്ചതുപോലെ ധ്യാനിച്ചു. ധ്യായതശ്ചരണാംബോജം ഭാവനിർജിതചേതസ ഔത്കണ്ഠ്യാഷു കലാഷ്ടസ്യ ഹൃദ്യാസീന്മേശനീർഹരിഹി. ഭക്തി കൊണ്ട് ജയിക്കപ്പെട്ട മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദകമലത്തെ ധ്യാനിക്കുന്നവനും ഭഗവത് സ്വരൂപത്തെ കാണാനുള്ള ഉത്കണ്ഠ കൊണ്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞവനുമായ എൻ്റെ ഹൃദയത്തിൽ മെല്ലെ മെല്ലെ ശ്രീഹരിയുടെ സ്വരൂപം പ്രകാശിച്ചു തുടങ്ങി. പ്രേമാതിപര നിർഭിന്ന പുളകാങ്കോതി നിർവൃത ആനന്ദ സംപ്ലവേലീനോ നാപശ്യമുഭയം മുനെ. ഹേ മുനെ, ഭഗവാനോടുള്ള പ്രേമാതിരേകത്താൽ ശരീരത്തിൽ രോമാഞ്ചം സ്പഷ്ടമായി അനുഭവപ്പെട്ടു. ശരീരമാകെ നിർവൃതി അനുഭവപ്പെട്ടു. ആനന്ദത്തിൻ്റെ മഹാപ്രവാഹത്തിൽ ലയിച്ച് ഞാൻ എന്നെയും ഭഗവാനെയും കാണാതായി. സ്വയം മറന്നു എന്ന് സാരം. രൂപം ഭഗവതോ യത്തന്മനകാന്തം ശുചാപഹം അപശ്യൻ സഹസ്തോത്തസ്തേ വൈക്ലവ്യാദുർമനായിവ. മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതും സകല ദുഃഖത്തെയും നശിപ്പിക്കുന്നതുമായ ഭഗവത് രൂപം കാണാതെ ആയപ്പോൾ ദുഃഖനിമിത്തം ഞാൻ അത്യന്തം മോഹിതനായി. വിദുഷ്ടുസ്തദഹം ഭൂയ പ്രണിതായ മനോഹൃതി വീക്ഷമാണോ വിനാപശ്യം അവിതൃപ്ത ഇവാതുര. വീണ്ടും ആ രൂപം കാണണമെന്നാഗ്രഹിച്ച് ഞാൻ അവിടെ ഇരുന്ന് ഹൃദയത്തെ സ്ഥിരമാക്കി നിർത്തി ധ്യാനത്തിലിരുന്നു നോക്കി. എങ്കിലും കാണാതായപ്പോൾ കണ്ടുകിട്ടാതെ ആർത്തനും നിരാശനുമായി. ഏവം യദന്തം വിജനെ മാമാഹാഗോചരോഗിരാം ഗംഭീരശഷ്ണയാ വാച ശുചപ്രശമയന്നിവ. ഏകാന്തതയിലിരുന്ന് ഇങ്ങനെ പരിശ്രമിക്കുന്ന എന്നോട് വാക്കുകൾക്ക് വിഷയമല്ലാത്ത അവൻ ഗംഭീര സ്വരത്തിൽ എൻ്റെ സങ്കടങ്ങൾ ഉപശമിപ്പിക്കാനെന്ന മട്ടിൽ പറഞ്ഞു. അന്താസ്മിൻ ജന്മനി ഭവാൻ മാം ദ്രഷ്ടുമിഹാർഹതി അവിവക്ക കഷായാണാം ദുർദശോഹം കുയോഗിനാം. അഹോ കഷ്ടം, അങ്ങയ്ക്ക് ജന്മത്തിൽ എന്നെ കാണാൻ അർഹതയില്ല. കാമാദി ദോഷങ്ങൾ ബാധിച്ചിട്ടുള്ള കുയോഗികൾക്ക് കാണാൻ സാധിക്കുന്നവനല്ല ഞാൻ. സകൃത് യദർശിതം രൂപം ഏതത് കാമായതേനക മൽക്കാമാശനകേ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. ഒരിക്കൽ ആ രൂപം നിനക്ക് കാട്ടിത്തന്നത് അത് നിനക്ക് ആഗ്രഹമുണ്ടാകാൻ മാത്രമായിട്ടാണ്. പാപമില്ലാത്തവനെ, എന്നിൽ ഉറച്ച പ്രേമത്തോടു കൂടിയ പുരുഷന്റെ മനസ്സിലുള്ള കാമാദി ദോഷങ്ങൾ ക്രമേണ നശിച്ചുപോകും. സത്സേവയാ ദീർഘയാ തേജാതാ മൈദൃഢാ മതിഹി ഇത്വാവദ്യമിമം ലോകം ഗന്ധാമജ്ജനതാമസി. അല്പകാലം നിനക്ക് ലഭിച്ച സജ്ജനദേവ കൊണ്ട് എന്നിൽ മനസ്സുറച്ചിരിക്കുന്നു. തുച്ഛമായി ശരീരത്തെ നീ ഉപേക്ഷിച്ചാൽ എൻ്റെ പാർഷദനായിത്തീരും.
മധുർമയി നിബന്ധേയം നവിപദ്യേത കർഹിജിത് പ്രജാസർഗനിരോധേബി സ്മൃതിശ്ച മതനുഗ്രഹാത്. എന്നിൽ ബന്ധിച്ചിരിക്കുന്ന നിന്റെ ഈ ഭാവത്തിനും ഓർമ്മയ്ക്കും എൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കാലത്തും നാശം സംഭവിക്കുകയില്ല. ഏതാവതുക്തോ പരരാമതന്മഹത് ഭൂതം നഭോ ലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശേഷ്ണാപനാമം വിദതേനുഗംബിത. ആകാശത്തിൽ മൂർത്തിയോടുകൂടിയതും എന്നാൽ കാണാൻ കഴിയാത്തതും സർവ്വതിനെയും നിയന്ത്രിക്കുന്നവനുമായ ആ മഹാഭൂതം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. മഹാന്മാരിൽ വെച്ച് മഹാനായ സത്യസ്വരൂപന്റെ കാരുണ്യത്തിന് പാത്രമായി ഞാൻ നമസ്കരിക്കുകയും ചെയ്തു. നാമാന്യനന്ദസ്യ ഹതത്രപപ്പടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ജസ്മരൻ ഗാംഭജ്ജടം തുഷ്ടമന ഗതസ്പൃഹാകാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. നാണം വിട്ട് ആ രൂപത്തെ ധ്യാനിക്കുകയും അനന്തനായ ഭഗവാന്റെ ഗുഹ്യമായ ഓരോ നാമങ്ങളെ ജപിക്കുകയും ഭഗവാന്റെ മംഗളകർമ്മങ്ങളെ സ്മരിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഭൂമിയിൽ പര്യടനം ചെയ്തു. ആഗ്രഹങ്ങളൊന്നുമില്ലാതെയും അപ്പപ്പോൾ വരുന്ന കാര്യങ്ങളിൽ സന്തോഷിച്ചും ഒരിടത്തും സ്ഥിരമായിട്ട് ഇരിക്കാതെയും മതം, മത്സരം എന്നിവ ഉള്ളിൽ കടക്കാതെ സംരക്ഷിച്ചുകൊണ്ട് ഭഗവാനായിക്കൊണ്ട് ലജ്ജ വിട്ട് ഞാൻ സഞ്ചരിച്ചു. ഏവം കൃഷ്ണമതേ ബ്രഹ്മൻ അസക്തസ്യാമലാത്മന കാലപ്രാദുരഭൂത്കാലേ തടി സൗധാമിനീയത. ഹേ ബ്രാഹ്മണ, ഇപ്രകാരം കൃഷ്ണനിൽ ഉറച്ച ബുദ്ധിയോടുകൂടിയും ഒന്നിലും ആസക്തിയില്ലാതെയും നിർമ്മലമായ മനസ്സോടുകൂടിയും ഇരിക്കുന്ന എൻ്റെ ഭൗതിക ശരീരത്തെ ഉപേക്ഷിക്കാനുള്ള സമയം അടുത്തപ്പോൾ മേഘത്തിൽ നിന്ന് മിന്നൽ എന്ന പോലെ കാലൻ പ്രത്യക്ഷപ്പെട്ടു. പ്രയുജ്യമാനേ മൈതാം ശുദ്ധാം ഭാഗവതീം ധനും ആരബ്ധകർമ്മ നിർവാണോ നപതത്പാഞ്ചഭൗതിക. മുമ്പ് അരുളി ചെയ്തിരുന്നത് പോലെ ഭഗവാന്റെ പാർശ്വത ശരീരം എനിക്കായി നൽകാൻ ആരംഭിച്ച സമയത്ത് പ്രാരബ്ധ കർമ്മം അവസാനിച്ച് പഞ്ചഭൂതാത്മകമായ ശരീരം ഭൂമിയിൽ പതിച്ചു. ഭഗവാന്റെ പാർശ്വതന്മാർക്ക് കർമ്മം കൊണ്ട് സിദ്ധിച്ച ഭൗതിക ശരീരമല്ല, പരിശുദ്ധവും നാശരഹിതവുമായ ശരീരമാണ് ഉള്ളത് എന്ന് സാരം. കൽപ്പാന്ത ഇതമാതായ ശയാനേ അംബസുധന്വത ശിശയേശോരനുപ്രാണം വിവിശേന്തരഹം വിഭു. കൽപ്പാവസാന പ്രളയത്തിൽ ഇതിനെ അദാനം ചെയ്തിട്ട് സമുദ്രത്തിന്റെ മധ്യത്തിൽ ശയിച്ചിരുന്ന വിഷ്ണുവിനോട് ചേരാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മാവിന്റെ പ്രാണനോടുകൂടി ഞാൻ ഉള്ളിൽ പ്രവേശിച്ചു. കൽപ്പാന്തകാലത്ത് പ്രളയത്തിൽ സർവവും ആദിനാരായണനിലേക്കും സത്യലോകത്തു നിന്നിറങ്ങിയ ബ്രഹ്മാവ് വിശ്വാത്മാവായി വിഷ്ണുവിന്റെ ശരീരത്തെ ആശ്രയിച്ച് വിഷ്ണുവിനോട് കൂടി ചേർന്ന് വൈഷ്ണവീ നിദ്ര ആരംഭിച്ചു എന്ന് സാരം. സഹസ്രയുഗ പര്യന്തേ ഉത്തായേതം സുദുക്ഷത മരീചിമിശ്രാർഷയ പ്രാണേഭ്യോഹം ജജ്ഞിരേ. 1000 ചതുർയുഗം കഴിയുന്നവരെ ആ വിധത്തിൽ ശയിച്ചും അതിൻ്റെ അവസാനത്തിൽ നിദ്രയിൽ നിന്നുണർന്ന് ത്രൈലോക്യത്തെ വീണ്ടും സൃഷ്ടിക്കാൻ ഇച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷികളും ഞാനും ജനിച്ചു. അന്തർബഹിശ്ചലോകാം സ്ത്രീൻ പര്യേമി അസ്കന്ദിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണു അഭിഘാതഗതിക്വചിത്. ഞാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തടസ്സമില്ലാത്ത ബ്രഹ്മചര്യവ്രതത്തോടും ഒരിടത്തും വിഘാതമില്ലാതെയും 3 ലോകങ്ങളുടെയും ഉള്ളിലും പുറത്തും അഖണ്ഡ ഭജനത്തോടെ ഇപ്പോൾ സഞ്ചരിക്കുന്നു. ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരാമ്യഹം. സ്വരങ്ങളാകുന്ന ബ്രഹ്മത്താൽ അലങ്കരിക്കപ്പെട്ടതും ഈശ്വരൻ തന്നെ നൽകിയതുമായ മഹതി എന്ന ഈ വീണ മീട്ടിക്കൊണ്ട് ഹരികഥയും പാടിക്കൊണ്ട് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രഘായതസ്വീര്യാണി തീർത്ഥവാദ പ്രിയശ്രവാഹ അഹോ ദൈവമേ ശീഘ്രം ദർശനം യാതി ചേതസേ. ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് സഞ്ചരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ ഭഗവാൻ വിളി കേൾക്കുന്നവനെ പോലെ വേഗം ദർശനം നൽകുന്നു. ഏതദ്യാതുരചിന്താനാം മാത്രാ സ്പർശേച്ഛയാ മുഹോ ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിജജ്ഞാനുവർണ്ണനം. വീണ്ടും വീണ്ടും വിഷയങ്ങളെ ആഗ്രഹിക്കുന്നതിനാൽ ദുഃഖിതരാകുന്ന സാമാന്യ ജനങ്ങൾക്ക് സംസാര തന്ത്രം കടക്കാനുള്ള തോണി ഹരികഥാവർണ്ണനം ശ്രവിക്കുക ആണെന്ന് വ്യക്തമാക്കി അനുഭവിച്ചറിയുന്നതാണല്ലോ. നാരദമുനി വീണയുമായി ഭഗവത് കീർത്തനങ്ങൾ പാടി നടക്കുന്നത് സാമാന്യ ജനങ്ങളിൽ ഭഗവത് ഭക്തി ജനിപ്പിച്ച്
അവരെ ഉദ്ധരിക്കാനാണ് എന്ന് സാരം. യമാതിപര്യോഗവതേ കാമലോഭഹദോ മുഹു മുകുന്ദ സേവയായദ്വത്തദാത്മാധാനശമ്യതി. പിന്നെയും പിന്നെയും കാമലോഭങ്ങളാൽ കലുഷമാകുന്ന മനസ്സ് മുകുന്ദ സേവ കൊണ്ട് കിട്ടുന്ന പോലെ യമം നിയമം എന്നീ യോഗമാർഗങ്ങൾ കൊണ്ട് ശാന്തി പ്രാപിക്കുകയില്ല. സർവം തജിതമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനക ജന്മകർമ്മ രഹസ്യം മേ ഭവതശ്ചാത്മദോഷണം. ഹേ അനക, അവിടുന്ന് ചോദിച്ചതനുസരിച്ച് എൻ്റെ ജന്മം, കർമ്മം എന്നിവയുടെ രഹസ്യവും ഭഗവാന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനുള്ള മാർഗവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൂത ഉവാച ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസ്തവീസുതം ആമന്ത്ര്യ വീണാം രണയൻ യയോ യാദൃശ്ചികോ മുനിഹി. സൂതൻ പറഞ്ഞു, സ്വന്തമായിട്ട് യാതൊരു പ്രയോജനവും ആഗ്രഹിക്കാത്ത ഭഗവാൻ നാരദൻ വ്യാസമുനിയോട് ഇപ്രകാരം പറഞ്ഞിട്ട് വീണയും മീട്ടിക്കൊണ്ട് അവിടെ നിന്നും യാത്രയായി. അഹോ ദേവർഷിർധന്യോയം യൽകീർത്തിം ശാർഗധന്വന ഗായന്മാദ്യനിതം തന്ത്ര്യ രമയത്യാധുരം ജഗത്. ഈ ദേവർഷി ധന്യൻ തന്നെ. എന്തുകൊണ്ടെന്നാൽ മഹാവിഷ്ണുവിൻ്റെ കീർത്തിയെ വീണാതന്ത്രികൾ കൊണ്ട് ഗാനം ചെയ്ത് ദുഃഖിതരെ ആനന്ദിപ്പിച്ചും കൊണ്ട് സഞ്ചരിക്കുന്ന മഹാഭാഗ്യവാൻ. നാമസങ്കീർത്തനം ഈ ലോകത്തെ ആനന്ദിപ്പിക്കാനും സ്വയം സന്തോഷിക്കാനും സമർത്ഥമാകുന്നു എന്ന് സാരം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോവാക്യാനേ ഷഷ്ഠോധ്യായഃ. 1-ാം സ്കന്ധം 6-ാമത്തെ അധ്യായം സമാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. യദക്ഷരം പദദൃഷ്ടം മാത്രാഹീനം ദുയദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപദാക്ഷരാണി ച നൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശാന്തി.